മാർക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മോഡേണറ സർവറിലാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ ഞങ്ങളുടെ ഗ്രാമത്തിന് തീ പിടിച്ചു. അത് നിങ്ങളുടെ AQSൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ പറഞ്ഞിരുന്നു അതിൻ്റെ വീഡിയോയിൽ. ഓക്കെ, ഞങ്ങൾ 1000 ബ്ലോക്ക് താണ്ടിയിട്ടും മോഡേണറ സിറ്റി കാണുന്നില്ല ഗൈസ്. അല്ലേ GT ഗെയിമർ? VC ഓണാക്കിയിട്ടില്ല പറഞ്ഞടേ. VC ഓഫ് ആക്കിയിട്ടുണ്ട്. ഓ എടേ, ലൈഫ് കുറവാ എന്നോട് ഇവനൊക്കെ പറഞ്ഞത് എന്ത് കാര്യം. ഓക്കെ, കൂടിക്കോട്ടെ. അപ്പോൾ ഗൈസ്, ഇവിടെ അടുത്താണ് സിറ്റി എന്ന് ഇവിടെ വൈപ്പോക്കാൻ പറഞ്ഞു. സോ വൈപ്പോക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ഫോറസ്റ്റിൻ്റെ അപ്പുറത്തുള്ള വൈപ്പോക്കാൻ പറഞ്ഞു. ഇവിടെ അപ്പുറത്ത് കടന്ന് അങ്ങോട്ട് ഇത്തിരി പോയാൽ നമ്മുടെ മോഡേണറ സിറ്റി എത്തുന്നത്. സോ നമുക്ക് നേരെ വീഡിയോ എടുത്ത് കടക്കാം. സോ നമുക്ക് ഇനി സഞ്ചരിക്കണം തിരി. സോ അതൊക്കെ സിറ്റിയിലെത്തിയിട്ട് ഞങ്ങളെ അറിയിക്കാം, കാരണം അത്രക്കും സീനാണ്. അപ്പോൾ ഗൈസ്, ഞാൻ സിറ്റിയിലെത്തിയിട്ട് നിങ്ങളെ അറിയിക്കാം. ഓക്കെ ഗൈസ്, അത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈ. 2000 years later. ഞാനപ്പോൾ ഓർത്തു ഞാൻ ഓർത്തല്ല എഡിറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് കണ്ടേ ഞാൻ മൈക്ക് ഓൺ ആയിട്ടില്ലായിരുന്നു. സോ ഇപ്പോൾ ഞാൻ AQScraftആണ് സർവറിലുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ സർവറിന് മറ്റു ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ AQScraftൻ്റെ ചാനലിൽ പോയാൽ മതി. ഓക്കെ, അതിൽ കാണാം എന്തോ അഴിയുന്ന വഴിയുണ്ട്. ഓക്കെ, AQScraftൻ്റെ വീഡിയോയിൽ പോയാൽ മതി. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് എന്താ സംഭവം എന്നൊക്കെ, ഞങ്ങൾ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നൊക്കെ. ഓക്കെ, ഇതാണ് അവരുടെ ബ്ലേസ്. ഇത് സിറ്റിയാണ് അവരുടെ മോഡേണറ സിറ്റി എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇതൊക്കെ കാണിക്കുന്നതിന് മുമ്പ് സ്പോണിൽ പോയിട്ട് വരണം. സ്പോണിൻ്റെ പേര് എവിടേക്കായിരുന്നു? അങ്ങോട്ടാണ് തോന്നുന്നത്. സ്പോണിൽ പോയി വന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നൊക്കെ. അതെ, അതന്നെ നമുക്ക് ഇതിൽ കൂടെ നടക്കാം. ഈ പൊട്ടി ഇതാണ്ടോ ടെമ്പിളിൻ്റെ ആ സൈഡായിട്ടാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ വഴി സെറ്റാക്കാം. ഇതാണ് ഗൈസ് AQScraftൻ്റെ കൂടെ ഒക്കെ കണ്ടോ. അതൊക്കെ കാണിക്കണം ഫ്ലാഗ്. ഓക്കെ, കാര്യം കണ്ടോ. ഓക്കെ, അങ്ങോട്ടൊക്കെ പോകണം നമുക്ക്. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് സെറ്റാക്കണം. ഫുഡ് കൊള്ളാലേ. അതെ, ഇങ്ങനെ പോയിട്ടാണ് അങ്ങോട്ട് പോയി സെറ്റാവുന്നതെന്ന് തോന്നുന്നത്. സോ ഇവിടെ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ സർവറിലുള്ള ഒരു മെമ്പറെ ബർത്ത്ഡേ ആയിരുന്നു, നെയിം ജൂലി. സോ അതവിടെ ആർക്കെന്താ സംഭവിച്ചതെന്നൊക്കെ AQScraftൻ്റെ ഉപയോഗത്തിൽ വരും. അതൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് സ്പോൺ വൈസ് കണ്ടോ. മോഡേണറ സീസൺ 4 സ്പോണ് കൊള്ളാം. നൈസ് ബിൽഡ് എന്തോ അവിടെ എന്തോ ഒക്കെ ഉണ്ട്. അതൊക്കെ സീനില്ല. എന്തോ കാണാനായിട്ടായിരുന്നു മൗണ്ടിൻ്റെ. അപ്പോൾ ആറുണ്ടാവും. ഇതാണ് ഗൈസ് സ്പോണ്. ഇവിടെ എല്ലാവരും കളർ ഫ്ലാഗ് ഉണ്ട്. എൻ്റെയും GTയുടെയും ഒക്കെ ഇൻട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ പിന്നീട് റെക്കോർഡ് ചെയ്ത മൈക്ക് ഓണായില്ല. അതാണ് സംഭവിച്ചത്. അത് കൊള്ളാം. ആക്സിലോട്ടിലൊക്കെ ഉണ്ടല്ലോ, കൊള്ളാം. നൈസ്. ഇതൊക്കെ ബിൽഡ് ചെയ്തവരെ സമ്മതിക്കണം. നമുക്ക് അവിടെ AQS ആവാൻ സാധ്യത. അങ്ങനെയല്ലേ സർവർ ചെയ്യുമോ. അപ്പോൾ ഗൈസ് കണ്ടോ, ഇതാണ് സിറ്റി എന്നാ പറഞ്ഞ്. നമുക്ക് ടെമ്പിളിൽ അങ്ങോട്ട് പോകാം. ഞങ്ങളിവിടെ വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾ AQSൻ്റെ വീഡിയോ മസ്റ്റായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ച്, ആരൊക്കെ GTക്ക് എന്ത് സംഭവിച്ചെന്നൊക്കെ എന്തൊക്കെ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ GTയുടെയും AQSൻ്റെ വീഡിയോയിൽ കാണും. ഇതാണ് ഇവിടുത്തെ ടെമ്പിൾ എന്നാ പറഞ്ഞേ. നോക്കട്ടെ. വാസുദേവ മോഡേണറ വാസുദേവ ടെമ്പിൾ. ഓം നമോ നാരായണ എന്നല്ലോ. നാരായണ.
ഓക്കെ ഇതാണ് നമുക്കിവിടെ ഇരിക്കാം തൊയ്ത്തിട്ട് പോകാം ഓക്കെ തൊയ്ത്ത് എനിക്ക് തൊയ്ത്താൻ അറിയില്ല അത് വേറെ കാര്യം നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ അതെ അത് അങ്ങനെ എന്തെങ്കിലും ചുമ്മാ ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇതാണ് ഗൈസ് നമുക്ക് സിറ്റി ഇവിടെ എന്തൊക്കെ സിറ്റിയാണ് സിറ്റിക്ക് എന്തൊക്കെ സിറ്റി നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ബേസിസ് വരാൻ പോകുന്ന എവിടെയൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ലേഔട്ട് കഴിഞ്ഞിട്ടുണ്ട് വീട് ഉണ്ടാക്കുന്നത് ഇതാണ് ഗൈസ് AKS ക്രാഫ്റ്റിൻ്റെ ഹൗസ് അത് നിങ്ങൾക്ക് AKS ഞാനത് കാണിച്ചു തരേണ്ട AKS ക്രാഫ്റ്റിൻ്റെ വീടിനകത്ത് പോയാൽ മതി നിങ്ങൾക്ക് കാണാം ഇതാണ് ബ്ലൂ എൻ്റെ അക്വാറിയാണ് ഇവിടുത്തെ ഓൾ ബ്ലൂ എന്ന് പറഞ്ഞാൽ അക്വാറിയം കൊള്ളാം നൈസാണ് ഇത് G4 ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഈ സെർവറിലൊരു മെമ്പർ ഇതാണ് GT ഗെയിമറും വന്നു അവൻ്റെയും എൻ്റെയും ഇതാണ് ഓക്കെ അവൻ്റെയും ഞാനാണ് പുതിയ മെമ്പേഴ്സ് ഓക്കെ ഡോൾഫിൻ ഇതാണ് അത് കൺസ്ട്രക്ഷനിലാണ് അവൻ പറഞ്ഞു എന്നോട് ഇതാണ് ജുഗിലിൻ്റെ വീട് എന്നാണ് ഇത് ഇന്ന് പറഞ്ഞില്ല ഞാൻ ഇന്നത്തെ ഇവിടുത്തെ ഒരു മെമ്പർ ബർത്ത്ഡേ ബോയ് ആയിരുന്നു എന്ന് അന്ന് സംഭവിച്ചൊക്കെ ഇന്നെന്തൊക്കെ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് AKSൻ്റെ വീഡിയോ പോയി കാണാം അവൻ ട്രോൾ ചെയ്ത് വിട്ടാണല്ലോ അത്ര AKSൻ്റെ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് ഇനി നമുക്ക് ആരെ വീട് കാണാം ഇതാണ് ഗൈസ് ഇവിടുത്തെ MFG എന്ന് പറഞ്ഞ പ്ലെയർ വീടാണ് മിഥുൻ ഫ്ലിപ്പ് ഗെയിമിംഗ് അതും അങ്ങേരുടെ ചാനലിൽ പോയി കാണാം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം ഇതാണ് ഇവിടുത്തെ കിച്ചൺ കൊള്ളാം ഇത് കിച്ചൺ കണ്ടോ കിച്ചൺ കൊള്ളാം അത് കിച്ചണ് അത് ഡൈനിങ് ഹാള് AKS അവന് വന്ന എന്തെങ്കിലും AKS ഉണ്ടോ കൊള്ളാം ഇത് ഞാൻ അവന് റെക്കോർഡിങ്ങിനാണെന്ന് തോന്നുന്നു ഞാൻ റെക്കോർഡിങ്ങിലോ അല്ലേ ഓക്കെ ഞാൻ റെക്കോർഡിങ്ങിൽ തന്നെയാണ് അവനക്കറിയില്ല ഓക്കെ ഞാൻ പറഞ്ഞിട്ടില്ല AKSനൊക്കെ ഓക്കെ നമുക്ക് ഇനി എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബേസല്ല അതിന് മുമ്പ് നമുക്ക് G4 ഗെയിമിങ്ങിൻ്റെ വീടും ഡാർക്കിൻ്റെ വീടും പിന്നെ ആരെ വീടുള്ളത് ഇനി അങ്ങനത്തെ ക്ലൗൺ ഗെയിമിങ്ങിൻ്റെ വീടും ഒക്കെ കാണാം ഇങ്ങനെ പോയാൽ ഏതെങ്കിലും എനിക്ക് തന്നെ എല്ലാ വഴിയും പറ്റിയോ ഒന്നും ഓർമ്മയായി കിട്ടുന്നില്ലേ ഇതാണെന്ന് തോന്നുന്നു G4ൻ്റെ ഗെയിം G4 മാറി G4 ഗെയിമിങ്ങിൻ്റെ ഇല്ലല്ലോ അവിടെ ഒന്നുമില്ലേ ഞാൻ അങ്ങോട്ട് വന്നേ ആകെ തിരുത്തിലാണല്ലോ എന്തോ ചെയ്യാനാ പീക്കൊക്കെയാണ് കഴിച്ച് ഇവിടുത്തെ നാട്ടുകാർ നമുക്ക് അങ്ങോട്ടയച്ചാണെന്ന് തോന്നുന്നു അവൻ്റെ അതാണ് ഗൈസ് G4 ഗെയിമിങ്ങിൻ്റെ വീട് അത് G4 ഗെയിമിങ്ങിൻ്റെ ചാനലിൽ പോയാലേ കാണും കാരണം അത് ഇത്തിരി വലിയ വീടാണ് പിന്നെ ഇത്തിരി AKSൻ്റെ അത്രയാ എന്നാലും ഇതാണ് അതൊക്കെ G4 ഗെയിമിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ചാനൽ ലിങ്കൊക്കെ ഞാൻ എൻ്റെ അടിയിൽ പോയി കൊടുക്കും കണ്ടോ കൊള്ളാം അവൻ്റെ ഓൺ ഡിസൈനാണ് അതുകൊണ്ട് അങ്ങനെ നമുക്കിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് ഉണ്ടോ നോക്കാം കൊള്ളാം നൈസ് ഇനി നമുക്ക് വേറൊക്കെ ഉണ്ടാക്കിയത് തോന്നുന്നു AKS ക്രാഫ്റ്റ് ആണെന്ന് ഓക്കെ കൊള്ളാം ഇനി നമുക്ക് ഇങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോവാം 1398 കീസ് ഓക്കെ അതായത് ക്ലിയർ ലാഗ് ഉണ്ടോന്ന് അതുപോലെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പണി കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു അങ്ങോട്ട് പോയി നോക്കുന്നാലും എൻ്റെ വീടൊക്കെ ഏഴ് സൈഡായിരുന്നു എന്നാവും അങ്ങോട്ട് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ എനിക്കെന്നെല്ലാം മറന്നു പോയടേ ഇതാണ് ഗൈസ് ഇവിടുത്തെ മിസ്റ്റർ കേരള ക്രാഫ്റ്റ് ആള് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് പ്രസംഗിച്ചിരുന്നു അതേമാതിരി മുതൂനൊക്കെ പക്ഷെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇടൊന്നും നമുക്കിനി നമുക്ക് വേക്കൂടി പോകണ്ട വേറെ വഴി കൂടിയൊക്കെ പോവാം അപ്പോൾ ഗൈസ് ഇതാണ് സിറ്റ് ടെമ്പിൾ അങ്ങോട്ടാവാൻ സാധ്യത അങ്ങോട്ടൊക്കെ പോയി നോക്കാം ഞങ്ങളവിടെ വേ ഉണ്ടല്ലോ പിന്നെ എങ്ങോട്ടായിരുന്നു നമുക്ക് ഇവിടുന്ന് ചാടി അങ്ങോട്ട് എത്താൻ പറ്റുമോ നോക്കാം നമുക്ക് ചാടി കടക്കും ഞാൻ ചാടി കടക്കും
വെയിറ്റൊക്കെ ചാടിക്കടന്ന് ഇങ്ങോട്ടാണ് തോന്നുന്നത്. എവിടൊക്കെ ആയിട്ടാണോ? ഇങ്ങോട്ടല്ലേ നമ്മൾ വന്നേ. എവിടേക്കാന്ന് എനിക്കെന്നെ തല തിരിഞ്ഞല്ലോ. എങ്ങോട്ടായിരുന്നു ഇതെന്തത്? ഞാനത് പിടിച്ച് വെച്ചോണ്ട് എന്ത് ചെയ്യാനാണ്? നമ്മൾ അങ്ങോട്ട് പോയി, ഇനി എങ്ങോട്ട് പോകും? എവിടേക്ക് എൻ്റെ ഗൈസ് എനിക്കെന്നെ വഴി തെറ്റിപ്പോയതാണ് ഗൈസ്. നമുക്ക് നോക്കി നോക്കാം എവിടേക്കായിരുന്നു വേഗം. ഞാൻ അങ്ങോട്ട് പോയി സെറ്റായിട്ടില്ലായിരുന്നു. ആകെ തല എത്തിക്കാനാണല്ലോ ഗൈസ്. എവിടെ നിന്നാവോ സംഭവം കൊടുക്കുന്നത്? അങ്ങോട്ട് പോയി നോക്കാം. ഇമ്പോഴൊന്നും കാണുന്നില്ലേ? അങ്ങോട്ടായിരുന്നു അല്ലേ? അല്ലെന്ന് തോന്നുന്നു. എവിടൊക്കെ ആയിട്ടായിരുന്നല്ലേ എൻ്റെ വീടൊക്കെ? ഡാർക്ക് ഗെയിമിൻ്റെ വീടൊക്കെ എവിടെ ആയിട്ടായിരുന്നു? ഓക്കെ നമുക്ക് നോക്കാം. ഇവര് വീടില്ല, അവിടെ ആണോ നോക്കട്ടെ. ഇങ്ങോട്ടൊക്കെ ഞാൻ വന്നതല്ലേ, എനിക്കെന്താ പ്രാന്ത് പിടിച്ചത്? ഇവിടേക്കായിട്ടായിരുന്നു എൻ്റെ വീടൊക്കെ. ഈ വഴി ശരിയല്ല ഗൈസ്, വഴി ശരിയല്ല. വഴിക്ക് നമുക്ക് നെയിം ബോർഡ് കൊടുക്കണം. എവിടൊക്കെ വീടൊക്കെ ആയിട്ടാണ് ചെല്ലതുമായി പോകും. ലൈക്ക് ഉണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഡാർജിലിങ്ങിൻ്റെ വീടൊക്കെ എവിടെ പോയി കിടക്കുന്നത്? എൻ്റെ വീട് ഞാൻ വീടുണ്ടാക്കിയിട്ടില്ലല്ലേ ഒട്ട് മാത്രം. ഈ കൂടെയാണ് അല്ലെന്ന് തോന്നുന്നു. ഞാൻ വന്ന വഴി കൂടിയൊക്കെ പോകുന്നുണ്ടെന്ന് ഇത് ചെയ്യാൻ മറവിച്ച് വേഷം കൂടിപ്പോയി. അത് എന്നെ പോലെയാവും. ഇത് ഇങ്ങോട്ട് വന്ന് നമ്മൾ പിന്നെ എങ്ങോട്ടാ? നാടാ ചുറ്റിയാ ഫ്ലാഡാ ചുറ്റി ഉൾട്ട ചുറ്റി എന്താ സംഭവം ആർക്കും അറിയില്ല. എനിക്ക് വേഗം മറന്ന് വഴി മറന്ന്. എങ്ങോട്ടായിരുന്നു എൻ്റെ വീട്? ഞാൻ അങ്ങോട്ടേക്കാണോ? ഇങ്ങോട്ട് നമുക്ക് സൈൻ ബോർഡ് എഴുതി വെക്കും ഗൈസ്. അല്ലെങ്കിൽ കിട്ടൂല. ഞാൻ കുറേ നേരം ഇവിടെ തേരാപ്പാര നടക്കുന്നു. ഓ കിട്ടി അങ്ങോട്ട് തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഇത് വഴി സെറ്റാവാത്തോണ്ട് എനിക്ക് തന്നെ നമുക്ക് തല തിരിയുന്നില്ല. വഴി സെറ്റായിട്ടില്ല തോന്നുന്നു. ഇനി അതാ ടെമ്പിളിലായി കൂടിയാണ്. ഷോർട്ട് പോയി ഡ്യൂട്ടി ചെയ്യുന്ന ലെഫ്റ്റ്. അതാണ് ഗൈസ് ഇവിടുത്തെ ക്ലൗൺ ഗെയിമിങ്ങിൻ്റെ വീട്. കൊള്ളാല്ലേ? സ്പേസ് ഷട്ടിൽ പോലെ നടക്കുന്നത് വീട്ടിലെ. ഇന്റീരിയറൊക്കെ സെയിം. ഇതെന്താ കിച്ചണാ? കിച്ചൺ കൊള്ളാം. ഈ കളറായതുകൊണ്ട് അതിനനുസരിച്ച് ഗുണമുണ്ടാവും എനിക്ക്. പിന്നെ ബെഡ്റൂമാണ്. നമ്മുടെ ഇവിടുത്തെ അങ്ങനത്തെ ബെഡ്റൂം. ബാൽക്കണി ഇഷ്ടം കാണിക്കുന്നുണ്ടല്ലോ അവർക്ക്. സ്വിമ്മിംഗ് പൂൾ നല്ല ആയം കൂടുതലാവും. ഇനി നമുക്ക് ഇതാണ് ഗൈസ് ഡാർക്ക് ഗെയിമറെ വീട്. കൊള്ളാല്ലേ? മതിലൊക്കെ ഉണ്ട് സീന്. ഇത് അവൻ്റെ ഓൺ ഡിസൈനാണ് തോന്നുന്നു. എന്താ സംഭവം? എന്താ സംഭവം ആർക്കും അറിയില്ല. ഇതെന്താ സംഭവം? ഇവിടെ ഇന്റീരിയർ ചെയ്തിട്ടില്ല. ഇവിടെ മാത്രം ഇന്റീരിയർ. ഓ റൂമൊക്കെ കൊള്ളാലോ. ലാൻഡ് ചെയ്യാൻ വെച്ചിട്ട് ഒരുപാട് എൻ്റെ ഡിസൈൻസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഓൺ ഡിസൈൻ ആകുമ്പോൾ. ഇനി നമുക്ക് ഹരിപ്പാടൻ ഗെയിമറ വീട് നോക്കാം. അതാണ് ഗൈസ് ഹരിപ്പാടൻ ഗെയിമറ വീട്. കണ്ടോ? കാണാൻ ഭംഗിയുണ്ടല്ലേ? ഒരു സബർബൻ വീട് മാറിയുണ്ട്. ഡിസൈനൊക്കെ കൊള്ളാം. ഓക്കെ റൂഫ് ഡിസൈനൊക്കെ വീടിൻ്റെ അതിന് നമുക്ക് വേറെ നോക്കാം. ഓണെന്താ രണ്ടെണ്ണം നല്ല മറ്റേ ലൈറ്റാണ്. കൊള്ളാം. ഫുട്ബോളത്തിൻ്റെ എ സി മാറി TV. പിന്നെ വെള്ളം വരുമ്പോൾ പഠിക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഇരുന്ന് പഠിക്കും. ഹരിപ്പാടുന്ന
ഒരു മതിലാണ്, അതൊക്കെ റെഡി ആക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പോൾ ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് വീട് ഉണ്ടാക്കണം ഞാൻ വിചാരിച്ചു, ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ. ഓക്കെ, നമുക്കിതൊക്കെ സെറ്റാക്കിയിട്ട് നിങ്ങളെ ഇത് മതി വാളൊന്ന് സെറ്റാക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. ഓക്കെ ഗൈസ്. വേണ്ട കുറെ പണിയോ. ഒരു ബ്ലോഗ് കൂടി വെക്കാം. സെറ്റായി അതുപോലെ ഇരിക്കാം. കണ്ടോ എങ്ങനെ ഇരിക്കാനൊക്കെ സുഖമാണ്. പിന്നെ അതാ ഒരു കാറ് ലംബോർഗിനി ഉണ്ട്. ലംബോർഗിനി അല്ല, GTR ആണ്. അത് വടിയും പിടിച്ച് നടക്കുന്നു. ഇതിനെ എന്നെ അടിക്കാനാവും മിക്കവാറും. എനിക്ക് ആ സ്വഭാവം ഞാനില്ലേ. അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രക്ക് ചെയ്തു. നമുക്ക് ബാക്കി അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഇന്നെല്ലാം കൂടി ആക്കണ്ടാണ് AKS പറഞ്ഞത്. സോ നമുക്ക് ഇത്രക്ക് ആക്കിയാൽ മതി. നമുക്ക് നെക്സ്റ്റ് അടുത്ത എപ്പിസോഡിൽ മുഴുവനാക്കാം. കണ്ടോ അങ്ങനെ ആയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ കുറഞ്ഞോളും കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് സെറ്റ് ആവുന്നതായിരിക്കും. മിനിമം വീട് സെറ്റ് ഈ 2 റൂമൊക്കെ സെറ്റാക്കിയിട്ട് ഒക്കെ ആക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ബാക്കി ബിൽഡ് ചെയ്തിട്ടുണ്ട് അറിയിക്കാനല്ല. എന്തൊക്കെ സംഭവിച്ചു ഇവിടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രക്കൊക്കെ ഉള്ള വീഡിയോ. ബൈ.